ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കാത്തിരുന്ന രാജയോഗത്തിന് ഇനി ഒരാഴ്ച മാത്രം. നിങ്ങളുടെ കൈകളിൽ ഇനി പൊന്നും പണവും വന്ന് മൂടും. 2025 ഏപ്രിൽ 14 വെളുപ്പിന് 3:21 മേടവിഷു സംക്രമണം. വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് പറയുക. വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം നടക്കുന്നത്. ഇതിൽ പ്രകാരം 6 നക്ഷത്ര ജാതകർ ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പന്നതയിലേക്ക് കുതിക്കുന്നതാണ്. ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത്. ഈ സംക്രമണം നടക്കുന്ന നക്ഷത്രവും മുൻപും പിൻപുമുള്ള നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവയ്ക്ക് ആദിശൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. ഇവർക്ക് അനുകൂലമല്ലാത്ത ഫലമാണ് വന്നെത്തിയിരിക്കുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് എല്ലാ രീതിയിലും കാര്യതടസ്സമുണ്ടാകും. തൊഴിൽപരമായി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കുറയുന്നതാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബിസിനസ്സിൽ വലിയ നഷ്ടം വരാം. ധനദ്രവ്യാദി നഷ്ടങ്ങൾ ഭവിക്കുന്നതാണ്. ഇത് പൊതു നക്ഷത്ര ഫലമാണ്. ജാതകപ്രകാരം നിങ്ങളുടെ നക്ഷത്രങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇവർ വിഷ്ണു ഉപാസന നടത്തുന്നതും നല്ലതാണ്. അവരവർ അവരുടെ മത ആചാരപ്രകാരം വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്ര ജാതകർക്ക് വിഷുഫലം എന്നത് ഏറെ നല്ലതാണ്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. തൊഴിൽ മേഖലയിൽ വളരെയധികം ഉയർച്ചയുണ്ടാകും. വിവാഹ തടസ്സം ഉണ്ടായിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സൽവിവാഹം നിങ്ങൾക്ക് നടന്നു കിട്ടും. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളുടെ കാലമാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്തുള്ള ആളുകൾക്കും കലാകാരന്മാരായ ആളുകൾക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂലമായ കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടകശനി ദോഷങ്ങളുള്ള ആളുകളാണെങ്കിൽ പോലും ഈ കാലഘട്ടം ഇനി നിങ്ങൾക്ക് വളരെയധികം ഗുണം വന്നു ചേരുന്ന സമയമാണ്. ഇനി വിഷുഫലത്തിൽ അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാരുടെ വിഷുഫലം നോക്കാം. ആദ്യം അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകർക്ക് ഈ വിഷുക്കാലം വളരെയധികം ഭാഗ്യ ദിവസങ്ങളാണ് സമ്മാനിക്കുക. പഠന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോട് കൂടി പാസ്സാകുവാൻ സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇതുവരെ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് സൗഭാഗ്യം വന്നു ചേരുകയും വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. തെറ്റിദ്ധാരണകളെല്ലാം മാറി നിങ്ങളുടെ ബന്ധുജനങ്ങളുമായി ഒത്തുകൂടുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. തൊഴിലിൽ വിജയം, പുതിയ വസ്ത്രം, ആഭരണം എന്നിവ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. അതായത് വിദ്യാവിജയം, ബുദ്ധിവർദ്ധനവ്, സ്ഥാനക്കയറ്റം, പദവിയിൽ ഉയർച്ച എന്നിവ വരുന്ന കാലമാണ്. ഈ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും പുരോഗതിയും തുറന്നു തരുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അനുകൂലമായ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. നിലവിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ സ്ഥാനക്കയറ്റം പോലുള്ള ഉയർച്ച ലഭിക്കുന്നതാണ്. വിഷുവിന് ശേഷം തൊഴിലിൽ ഉന്നത സ്ഥാനത്തിലെത്തുവാനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുവാനുമുള്ള അവസരം വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ ദൃഢമാകും. വിവാഹം ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്.
നിങ്ങളുടെ വിവാഹ ആലോചനകൾ വിജയിക്കും. ദാമ്പത്യ ജീവിതം അതിസന്തോഷകരമായിരിക്കും. എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമാകും. പൊതുവിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കാര്യ തടസ്സങ്ങളും മാറിക്കിട്ടും. ശത്രുക്കൾ ശല്യപ്പെടുന്നത് കുറയുന്നതാണ്. കച്ചവടക്കാരായ ആളുകൾക്ക് ധനലാഭം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിലും തൊഴിലിലും തടസ്സങ്ങളെല്ലാം മാറി വലിയ ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ്. ദശാപഹാര ക്രിയകൾ കൂടി നടത്തിയാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന വർഷമായിരിക്കും. സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ദശാപഹാരങ്ങൾ നടക്കുന്നവരും പരിഹാരം അനുഷ്ഠിക്കേണ്ടതാണ്. അനിഴം നക്ഷത്രം ശനിയാഴ്ച വരുമ്പോൾ വ്രതം സഹിതം ശനീശ്വര പൂജ നടത്തുക. നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതി നോക്കി സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളി അമ്മയെയോ പ്രീതിപ്പെടുത്തുന്നതും ഗുണകരമാണ്. അനിഴം, ഉത്രട്ടാതി, പൂയം നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തുക. കറുപ്പും നീലയും ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം തേടി വരുവാനുള്ള യോഗം സിദ്ധിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഈ വർഷത്തെ മേടവിഷു സംക്രമണം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുകൂലമാണ്. വിവാഹ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവിവാഹം നടക്കുന്നതാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം ഐശ്വര്യവും സമൃദ്ധവും സന്തോഷകരവുമായി തീരും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായ നേട്ടം വളരെയധികം വർദ്ധിക്കുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗവും അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകും. അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അത്ഭുതകരമായി രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ പകർച്ചവ്യാധികളും ഭക്ഷ്യ വിഷബാധയും ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും പുതിയ തൊഴിൽ അവസരങ്ങൾ കിട്ടുവാനുമുള്ള യോഗമുണ്ട്. ചില ബന്ധുക്കളിൽ നിന്നും സഹായം സ്വീകരിക്കേണ്ട സാഹചര്യം വന്നു ചേരും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകും. പഠിച്ചിറങ്ങിയ ആളുകളാണ് നിങ്ങളെങ്കിൽ മികച്ച ജോലി ലഭിക്കുന്നതാണ്. ഭൂമി വാങ്ങുവാനും വീട് പണിയുവാനും ഈ സമയം അനുയോജ്യമാണ്. കലാ കായിക രംഗങ്ങളിലും താല്പര്യം നിങ്ങളുടെ വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധം അതിശക്തമാകും. നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുവാനും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ അനുഭവപ്പെടുവാനുമുള്ള യോഗമുണ്ട്. തൃക്കേട്ട നക്ഷത്ര ജാതകർ ആദിത്യ, വ്യാഴ, ശുക്ര, ചന്ദ്രദശകളിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരാം. പ്രത്യേകിച്ചും ആദിത്യ ദശയുടെ അവസാനത്തിലും ചന്ദ്രദശയിലും ചന്ദ്ര അപഹാരം നടക്കുന്ന സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മധ്യവയസ്സിലായിരിക്കും സാധാരണയായി ഇവർക്ക് ചന്ദ്രദശ വരുന്നത്. ഈ ദശയിൽ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് മാതാവിന് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവപ്പെടും. എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടുവാനും സാധ്യതയുണ്ട്. നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെയും ബുധന്റെയും പ്രീതി നേടുക. തൃക്കേട്ട, ആയില്യം, രേവതി നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുണം ചെയ്യും. മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും രണ്ടു ഭാവങ്ങളിലും ഭക്തിയോടെ വണങ്ങുന്നതും ചൊവ്വയുടെ സ്ഥാനം നോക്കി സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളിയെയും ഭജിക്കുക. ചന്ദ്രദശാകാലത്ത് ഭഗവതി സേവ നടത്തുക. വീട്ടിൽ ആനയുടെയും മാനിൻ്റെയും പിച്ചള പ്രതിമ സ്ഥാപിക്കുന്നതും സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വളരെയധികം നല്ലതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ഈ വർഷത്തെ വിഷു സംക്രമം നിരവധി ഗുണങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുക. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങളുടെ കരിയറിൽ വളരെയധികം പുരോഗതി വന്നു ചേരും. പ്രണയ ജീവിതം വളരെയധികം സുഗമമാകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിറയും. വിദ്യാഭ്യാസത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം നേടുവാനുമുള്ള യോഗമുണ്ട്. ഗുരുജനങ്ങളുടെ കൃപ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവരുടെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ സമ്മാനിക്കും.
സന്താന സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം കൈവരുന്നതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടന്നു കിട്ടും. ശത്രുക്കളെ മറികടക്കുവാനും അവരുടെ ദുഷ്ടസ്വാധീനത്തിൽ നിന്നും രക്ഷ നേടുവാനും കഴിയുന്നതാണ്. കൃഷിയിൽ വൻ ലാഭം ലഭിക്കും. നിയമപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനുമുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ നേടുവാനും സമൂഹത്തിൽ പ്രശസ്തി നേടുവാനും ഈ കാലഘട്ടം വളരെയധികം അനുകൂലമാണ്. പൊതുപ്രവർത്തകരായ ആളുകളാണ് നിങ്ങളെങ്കിൽ ബഹുമതിയും ബന്ധുമിത്രാദികളിൽ നിന്നും സാമ്പത്തിക സഹായവും ലഭിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണയോടെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാ രീതിയിലും സഫലമാകും. തടസ്സങ്ങളെ മറികടക്കുവാനുള്ള ആത്മവിശ്വാസവും ശക്തിയും വന്നു ചേരും. വിദ്യാഭ്യാസ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം നേടുവാനുമുള്ള യോഗമുണ്ട്. ഗവേഷണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണം ലഭിക്കും. ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുവാനോ ഉയർച്ച നേടുവാനുമുള്ള യോഗം വന്നു ചേരും. ഭക്തിയോടുള്ള ആകർഷണം കുറഞ്ഞ് ആത്മീയതയിൽ വളരെയധികം താല്പര്യം വളരും. നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള തർക്കങ്ങൾ കുടുംബ സുഹൃത്തുക്കളുടെ ഇടപെടലോടെ എല്ലാ രീതിയിലും പരിഹരിക്കപ്പെടും. സംരംഭങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ലഭിക്കും. രോഗികളായ ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ആശ്വാസവും, ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വളരെയധികം ധന നേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചൊവ്വ, വ്യാഴം, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശകളിൽ ദോഷങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഫലപ്രദമായ പരിഹാരങ്ങൾ നടത്തേണ്ടതാണ്. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുവാനും പ്രത്യേകിച്ച് കേതുവും ഗുരുവും ഈ ദോഷങ്ങൾ ലഘൂകരിക്കുവാൻ സഹായിക്കും. അശ്വതി, മകം, മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ അതുമല്ലെങ്കിൽ വിഷ്ണു അതും അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. മൂലവും വ്യാഴവും ഒത്തുവരുന്ന ദിവസം വ്രതം ആചരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. കഴിവതും കറുപ്പ്, ചുവപ്പ്, സ്വർണ്ണ നിറങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കഴിയുമെങ്കിൽ മന്ദാരത്തിൻ്റെ വേര് വലതു കൈയിലോ കഴുത്തിലോ കെട്ടുക. പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നതും 11 നാരങ്ങകൾ കൊണ്ട് മാലയുണ്ടാക്കി ഭദ്രകാളി അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. നിങ്ങൾക്ക് സന്താന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കറുപ്പും വെളുപ്പുമുള്ള പുതപ്പ് ദാനം ചെയ്യുക. മുതിർന്ന ആളുകളെയും വയ്യാതെ കിടക്കുന്ന ആളുകളെയും സേവിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. 2025 ഈ വിഷു സംക്രമം പൂരാടം നക്ഷത്ര ജാതകർക്ക് അനുഗ്രഹ സമൃദ്ധമായ വർഷമാണ് സമ്മാനിക്കുക. അപ്രതീക്ഷിത അവസരങ്ങളുടെയും നേട്ടങ്ങളുടെയും വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. നിരവധി പുതിയ വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടും. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് വലിയ വിജയങ്ങൾ നേടുവാനും തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുവാനും സാധിക്കും. പുതിയ പദവികൾ, ജനങ്ങളിൽ സ്വാധീന വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടുവാനുമുള്ള യോഗമുണ്ട്. സ്വപ്ന തൊഴിൽ നേടുവാനും സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ പഠനത്തിനും അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പിണങ്ങിയിരുന്ന ദമ്പതികൾ ഒന്നിച്ച് സമാധാനപരമായി ജീവിക്കുവാനുള്ള യോഗം വന്നു ചേരും. സന്താന സംബന്ധമായ കാര്യങ്ങളിൽ സന്തോഷവും നേട്ടവും ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും സന്തോഷകരമായ സമയം ചെലവഴിക്കുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ വ്യവസായം വളരുകയും ലാഭം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ സംരംഭങ്ങൾക്ക് അനുയോജ്യമായ സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. സാമ്പത്തികമായ നേട്ടവും ഐശ്വര്യവും വർദ്ധിക്കും. മാതാപിതാക്കളിൽ നിന്നും ധനപരവും സാമൂഹികവുമായ സഹായം ലഭിക്കുന്നതാണ്. രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ യോഗമുണ്ട്. ആരോഗ്യം വളരെയധികം ദൃഢമായിരിക്കും. ശത്രുക്കളെയെല്ലാം നിങ്ങൾക്ക് കീഴടക്കി വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം വന്നു ചേരും. കർമ്മപരമായ പുരോഗതി എല്ലാ രീതിയിലും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഉന്നത സ്ഥാനങ്ങളും അംഗീകാരവും വന്നു ചേരും. കൃഷിയിൽ നല്ല വിളവും ലാഭവും ലഭിക്കുന്നതാണ്.
വിദേശ യാത്ര എന്ന സ്വപ്നം സാധ്യമാകും. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കുവാനും ഈ അവസരങ്ങൾ ഉപയോഗിക്കുക. പോരാടം നക്ഷത്രത്തിൻ്റെ ഓരോ പാദത്തിലും ജനിക്കുന്നവർക്ക് വ്യത്യസ്തമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. പോരാടത്തിൻ്റെ ഒന്നാം പാദം ജനനം മാതാവിനും, രണ്ടാം പാദം പിതാവിനും, മൂന്നാം പാദം അമ്മാവനും, നാലാം പാദം ജാതകനും ദോഷഫലങ്ങൾ നൽകും. ജാതക നിരൂപണം നടത്തി കാലിൽ കാല് ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ്. കാലിൽ കാല് എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ദോഷം അനുഭവിക്കേണ്ടവർ അവരുടെ ജാതക നിരൂപണം കൂടി നടത്തി കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യാത്ത പക്ഷം മരണം വരെ സംഭവിക്കാം. പൂരാടം നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിക്കുന്ന ചിലരിൽ കാലിൽ കാല് എന്ന അവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ അവസ്ഥ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഗുരുതരമായ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ജാതക നിരൂപണം നടത്തി ഈ അവസ്ഥ ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്നതും നല്ലതാണ്. ചന്ദ്രൻ, രാഹു, ശനി ദശകളിൽ ദോഷപരിഹാരം നിങ്ങൾ ചെയ്യണം. ഭരണി, പൂരം, പൂരാടം നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണ്. ശുക്രപ്രീതി വരുത്തുന്നതും ഗുണകരമാണ്. വ്യാഴവും പൂരാടവും ഒത്തുവരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാൽ വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഈ മേടവിഷു സംക്രമത്തോടെ ഉത്രാടം നക്ഷത്ര ജാതകർക്ക് സന്തോഷകരവും സമൃദ്ധവുമായ ഒരു വർഷം സമ്മാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. വ്യാപാരത്തിൽ ലാഭവും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള അവസരങ്ങളും വന്നു ചേരും. പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും നിലവിലെ കടബാധകൾ തീർക്കുവാനുമുള്ള യോഗമുണ്ട്. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധം വളരെയധികം ശക്തിപ്പെടും. സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനും ജനങ്ങളുടെ അംഗീകാരം നേടുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നിരുന്നാലും മിഥുനം, കർക്കിടകം, തുലാം, ധനു, മകരം മാസങ്ങളിൽ ആരോഗ്യം, യാത്രകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലമാക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഈ വർഷം പുതിയ കഴിവുകൾ വികസിപ്പിക്കുവാനും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുവാനും അനുയോജ്യമാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരവും ആത്മീയമായ ചിന്തകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നതുമായ വർഷമാണ്. ഈ വർഷം ഉത്രാടം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ എല്ലാവിധ ലക്ഷ്യങ്ങൾ നേടുവാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുമുള്ള അനുയോജ്യമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനവും പോസിറ്റീവ് ചിന്തയും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കുന്നതാണ്. ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ചൊവ്വ, വ്യാഴം, ബുധ ദശകളിൽ ദോഷങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ ദശകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നു ചേരും. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക. ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യ പൂജ നടത്തുക. ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുക. ധനുരാശിക്കാർക്ക് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താം. മകരരാശിക്കാർക്ക് ശാസ്താവിനെ പ്രീതിപ്പെടുത്താം. ഉത്രാടം, കാർത്തിക, ഉത്രം നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങൾ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വർഷം ധാരാളം നല്ല ഫലങ്ങൾ ലഭിക്കും. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുവാനും അവരുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. കർമ്മ മേഖലയിൽ പുരോഗതിയും നേട്ടങ്ങളും വന്നു ചേരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രതാപം തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. എവിടെയും ബഹുമാനവും പ്രശസ്തിയും ലഭിക്കും. അന്യജനങ്ങളിൽ നിന്നും ആദരവും അംഗീകാരവും വന്നു ചേരും. സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ, വാഹനം തുടങ്ങിയ സമ്പാദ്യങ്ങൾ നേടുവാനും സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും സഹായവും ഗുണ അനുഭവങ്ങളും വന്നു ചേരുന്നതാണ്. പുതിയ വിദ്യകൾ അഭ്യസിക്കാനുള്ള അവസരം വന്നു ചേരും. അവ സ്വായത്തമാക്കുവാൻ മടിക്കരുത്. ജീവിത സുഖഭോഗങ്ങൾ യഥാവിധം വന്നു ചേരും. ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ദിവസങ്ങളാണ്. വാക്കുകൾക്ക് വളരെയധികം വിലയുണ്ടാകും. വളരെ കാലമായി ശത്രുതയിലായിരുന്ന ആളുകളെല്ലാം നിങ്ങളുടെ മിത്രങ്ങളാകുന്നതാണ്.
രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം തിരികെ ലഭിക്കുന്നതാണ്. തൊഴിൽപരമായും നേട്ടങ്ങളുടെ കാലമാണ്. വിദേശ യാത്രയ്ക്കുള്ള അവസരം സിദ്ധിക്കും. മുൻപുണ്ടായിരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനും സാമൂഹികമായ അംഗീകാരവും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കടങ്ങളെല്ലാം തീർക്കുവാനും സഹജമായ കഴിവുകൾ പുറത്തെടുക്കുവാനും സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും കലാകാരന്മാർക്ക് അംഗീകാരം നേടുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ പാരമ്പര്യ തൊഴിലുകളിൽ വിജയം നേടുവാനും ഭൂമി നല്ല വിലയ്ക്ക് വിറ്റഴിക്കുവാനും സാധിക്കും. ദാമ്പത്യത്തിൽ കൂടുതൽ പൊരുത്തവും സ്നേഹവും വന്നെത്തും. അയൽ തർക്കങ്ങളെ സമാധാനപൂർവ്വം പരിഹരിക്കുവാനും എന്നാൽ സഹോദര സ്ഥാനത്തുള്ളവർക്ക് ഈ വർഷം ചില പ്രയാസങ്ങൾ നേരിടേണ്ടിയും വന്നേക്കാം. രാഹു, ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശകൾ ദുരിതവും ചില പ്രതിസന്ധികളും ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ ദശകളിൽ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും നേടുവാനും ചില ദോഷപരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. നവഗ്രഹങ്ങളിൽ ചന്ദ്രനെയും ശനിയെയും പ്രീതിപ്പെടുത്തുക. തിങ്കളാഴ്ചകളിൽ വെള്ള വസ്ത്രം ധരിക്കുക. തിങ്കളാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുക. യഥാവിധി ചന്ദ്രമന്ത്രം ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളെണ്ണ ദീപം തെളിക്കുക. നീല വസ്ത്രം ധരിക്കുക. ശനി മന്ത്രം യഥാവിധി ജപിക്കുക. തിരുവോണം, അത്തം, രോഹിണി നക്ഷത്ര ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. തിരുവോണവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസം ദുർഗാ ക്ഷേത്ര ദർശനം നടത്തുകയും ദുർഗാ സ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുക. അതുപോലെ തന്നെ അയ്യപ്പനെയും ദുർഗാദേവിയെയും പതിവായി പ്രാർത്ഥിക്കുക. അമാവാസിയും തിങ്കളും തിരുവോണവും കൂടി വരുന്ന ദിവസം യഥാവിധി വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദിവസവും ഭക്ഷണം ദാനം ചെയ്യുന്നതും പ്രത്യേകിച്ച് അനാഥ കുട്ടികൾക്ക് അന്നദാനം നടത്തുക. തിരുവോണം നക്ഷത്രത്തിൻ്റെ അധിപനായി മഹാവിഷ്ണു ആയതിനാൽ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക. തിരുവോണം നക്ഷത്രത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ കുരങ്ങുകളെ നിങ്ങൾ കഴിവതും ഉപദ്രവിക്കരുത്. നിങ്ങളുടെ ഭക്ഷണത്തിൽ കോഴിയിറച്ചി കഴിവതും ഒഴിവാക്കുന്നതും വളരെയധികം ഗുണകരമാണ്. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഒരു പൊതുവായ സൂചന മാത്രമാണ്. പ്രത്യേകിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദശാപഹാര കണക്കൊരു പൊതുവായ സൂചന മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജനന ഗ്രഹനില ജന്മശിഷ്ടമൊക്കെ മാറുന്നതനുസരിച്ച് ദശാപഹാരം മാറിയേക്കാം. മാത്രമല്ല യോഗങ്ങൾ, ദശാപഹാരം എന്നിവ അനുസരിച്ച് പറയുന്ന ഫലങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ കഴിയുമെങ്കിൽ ജാതക നിരൂപണം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ സഹായിക്കും. ഗ്രഹദോഷങ്ങൾ പരിഹരിക്കുന്നതിലൂടെ നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിക്കുവാനും മോശം സമയത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ മധ്യശൂല നക്ഷത്രങ്ങളാണ്. ഇവർക്ക് അത്ര അനുകൂലമല്ലാത്ത നക്ഷത്രങ്ങളാണ്. ഇവർക്ക് കാര്യതടസ്സം, കുടുംബകലഹം, ദുഃഖം തുടങ്ങിയവ ഉണ്ടാകും. ആ സമയത്തുള്ള യാത്രകൾ നിങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ കരുതലോടെ മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ പ്രാർത്ഥനകളുമായി മുന്നോട്ടു പോയാൽ വളരെയധികം കാര്യമായ ദോഷങ്ങൾ ഉണ്ടാകില്ല. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ വിഷുഫലം തന്നെയാണ് വരുന്നത്. സാമ്പത്തിക നേട്ടവും സ്വൽകീർത്തിയും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും വന്നുചേരും. വിദേശവാസം ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആഗ്രഹ സാഫല്യമുണ്ടാകും. ബിസിനസ് അതുമല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നുചേരും. ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജന്മശനി ആരംഭിക്കുന്നുണ്ട്. എന്നാൽ വിഷുഫലം നല്ലതായതുകൊണ്ട് തന്നെ ജന്മശനി നിങ്ങൾക്ക് ഒരു രീതിയിലും ബാധിക്കില്ല. മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകർക്ക് അന്ത്യശൂലം ഗണത്തിൽ പെടുന്ന നക്ഷത്രങ്ങളാണ്. നിങ്ങൾക്ക് അത്ര ഗുണകരമല്ല. കാര്യതടസ്സം, ദുഃഖം, മനക്ലേശം, തൊഴിൽപരമായ പ്രശ്നങ്ങളും വന്നുചേരും. നിങ്ങൾക്ക് ജാതകവശാൽ നല്ല സമയമാണെങ്കിൽ കാര്യമായ ദോഷങ്ങൾ അനുഭവപ്പെടില്ലെന്ന് തന്നെ പറയാം. നിങ്ങൾ അവരവരുടെ മത ആചാരപ്രകാരം പ്രാർത്ഥന തുടരുക. നിത്യപ്രാർത്ഥന നടത്തുക. അടുത്തത് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം നക്ഷത്രക്കാരാണ്.
ഇവർക്ക് അനുകൂലമായ വിഷുഫലം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശ്വര അനുഗ്രഹത്താൽ നടന്നു കിട്ടും. ബിസിനസ് തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ചയുണ്ടാകും. അതിൽ നിന്ന് ആശ്വാസവും സമാധാനവും വന്നു ചേരും. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും മാറിക്കിട്ടും. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.